നമ്മളൊരവസരം കിട്ടുമ്പോൾ അത് പാഴാക്കാതെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. നമ്മുടെ ഫുൾ എഫേർട്ടും കൊടുത്തിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോഴേ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഒരു അവസരം കിട്ടിയതാണ്. അവസരമൊക്കെ പിന്നാലെ പറയാം. എന്നിരുന്നാൽ കൂടിയും പിന്നെ എന്താ പറയുക, 2 ദിവസമായല്ലേ വീഡിയോ ഇട്ടിട്ടല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലായി പോയി. ഒരു CT സ്കാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത് കാരണം വീഡിയോ ഇടാത്തതാണ് കേട്ടോ. നമ്മുടെ ആരോഗ്യ പ്രശ്നം, നമുക്ക് ലിവർ കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് കൂടെ അത് കയറി പ്രശ്നമാകുമ്പോഴത്തേക്കും ഇതുപോലെ പോകേണ്ടി വരും. അതാ ഇടയ്ക്ക് മുറിക്കും, അങ്ങനെ തീരെ പറ്റാതാകുമ്പോഴേ പോകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പോവില്ല. മാക്സിമം കൺട്രോൾ ചെയ്ത് പോവും. തീരെ നമുക്ക് പറ്റാതെ വരുമ്പോൾ ഓടിപ്പോവും ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങൾക്ക് അടുത്തിവിടെ ഒരു ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ്. 10 വർഷം പഴക്കമുണ്ടോ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ. സർവീസൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഡോക്ടേഴ്സും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മളെവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു ഐറ്റം കാണുമല്ലോ. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുമല്ല, എല്ലാ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റും അല്ല, സ്റ്റാർ ഹെൽത്തിൻ്റെയൊക്കെ അവിടെ ഇരിക്കുന്ന ചില സ്റ്റാഫൊക്കെ ഭയങ്കര മോശം കേട്ടോ പെരുമാറുന്നവരെ. സംസാര രീതിയും പെരുമാറ്റമൊക്കെ നമുക്ക് ഇറിറ്റേറ്റഡാവും. നമുക്ക് അയ്യോ ഇത് വേണ്ട എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിൽ അവർ സംസാരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇൻഷുറൻസിന് കൊടുത്തിട്ട് അവർക്ക് അത് അപ്രൂവലാക്കി തരണമെന്നൊക്കെ എന്തോ അവരുടെ കയ്യിൽ നിന്ന്, ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തരുന്നത് പോലെ ആണ് അവരുടെ ഒരു ഭാവവും മട്ടുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന പിന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത് ചെന്നപ്പോഴേ അവർക്ക് ഒരു ഇൻഷുറൻസ് ഇത് റിക്വസ്റ്റായിട്ട് ചെന്നപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർ അഡ്മിഷൻ പറഞ്ഞ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ചെന്നാലേ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ തന്ന ലെറ്റർ പാഡൊക്കെ ആയിട്ട് പോയിട്ട് പോലും അവർ എന്തോ ഒരു നെഗറ്റീവൊക്കെ പറഞ്ഞു. പിന്നെ കൊടുക്കാനും ഒക്കെ താമസിച്ചു. ഞങ്ങൾക്ക് അപ്രൂവൽ ആകാനും താമസിച്ചു. പറയാണ്ടിരിക്കുക 24 hours അല്ലേ അഡ്മിഷൻ ആയാലല്ലേ നമുക്കത് ക്ലെയിം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നേ. അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് 24 hours ആണെങ്കിലും നമുക്കൊരു ഇനിഷ്യൽ എമൗണ്ട് ആദ്യം അവർ തരുമല്ലോ, അതുപോലും ലേറ്റായി കേട്ടോ. ആ ഇനിഷ്യൽ എമൗണ്ട് പോലും നമുക്ക് വന്നില്ല. അവർ ഡിലേ ആക്കി എന്ന് പറഞ്ഞാൽ മതി. സ്റ്റാഫിൻ്റെ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് തന്നെ വിചാരിച്ചതാണ് അത് ലൈവ് ചെയ്തിടണമെന്ന്. പക്ഷേ ലൈവായിട്ട് പിന്നെ എൻ്റെ അവസ്ഥ കാരണം കിട്ടാൻ പറ്റില്ല. ഒരു പരാതി ബോധിപ്പിക്കുമ്പോഴേ നമ്മളത് പിന്നെ ക്ലിയറായിട്ട് പറയണമല്ലോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇന്നാണ് സമയം കിട്ടിയത് എന്നെ ഒരു വീഡിയോ ഇടാനായിട്ട് കേട്ടോ. നമുക്കിതുപോലൊരു വോളിയം നമ്മുടെ ഫുൾ വോളിയത്തിൽ പറയണ്ടേ. മറ്റെല്ലാം ഈ അടഞ്ഞൊരു ശബ്ദം, പൊതുവെ അടഞ്ഞ ശബ്ദമാണെങ്കിൽ പോലും പിന്നെ കുറച്ചുകൂടെ നമ്മളൊരു ഇതാക്കി പറയും. കാരണം വേറെ നമുക്ക് കേൾക്കുമ്പോൾ, നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ അന്തരീക്ഷം കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അത് കാരണമൊക്കെ ഞാനിങ്ങനെ ഈ പതുക്കെ പറയാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ചില വീഡിയോയിൽ വോയിസ് ഇല്ലാതെ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാമോ, പറയുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്തിനാവശ്യമില്ലാതെ ഇതൊക്കെ ചോദിക്കുക. പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്തോ പോലെ തോന്നും ഇല്ലേ. അങ്ങനെ അതുകൊണ്ടാണ് ചിലയിൽ എൻ്റെ വീഡിയോ ഇങ്ങനെ ഒരു അടഞ്ഞതുപോലെ ആയി പോകുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നല്ല എഫർട്ട് ഇട്ട് തന്നെ പറയുന്നത് കേട്ടോ. എൻ്റെ ഒറിജിനൽ സൗണ്ടോട് കൂടിയ തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഇത് കേൾക്കുന്നത് ഫാനിൻ്റെതാണ് കേട്ടോ. ഫാൻ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇതേ കഴിഞ്ഞ് വന്നു. ഇന്നിപ്പോൾ എൻ്റെ കൊച്ചുമോന് വയറുവേദനയായിട്ടും കണ്ടിപ്പോൾ അവന് എന്തോ വയറിന് പിടിക്കാത്ത ഗ്യാസ് എന്തോ ഇളകിയതാണെന്ന് തോന്നുന്നു.
ഡോക്ടറെ അടുത്ത് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ പോയ വഴി അവർ ബ്രദറും മോളും കൊച്ചും കൂടെ പോയത്. അപ്പോൾ ആ പോയ വഴിക്കാണ് കേട്ടോ കിട്ടിയ അവസരം വീഡിയോ റെക്കോർഡ് നമുക്ക് വീഡിയോ ഇടാൻ ഇത് ഇത്രയും ഇങ്ങനെ ചിരിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് ആ ഒരു കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഫുൾ ഫ്രീഡമായിട്ട് നമുക്ക് കിട്ടുന്നൊരു, അത് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഉള്ളിൽ നമുക്കൊരുപാട് എന്താ പറയുക, ഉള്ളിൽ നമുക്കൊരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിലും നമ്മളതൊക്കെ ഇങ്ങനെ പോകുന്നത് അങ്ങനെയാണ് കേട്ടോ. അതാണ്ടേ എനിക്ക് കൂട്ട് ഉണ്ടോ, എൻ്റെ കൂട്ട് കിടക്കാൻ വന്നേക്കുന്ന ആൾ കണ്ടോ, ഇയാൾ ഞാനിവിടെ ഉണ്ട്, എൻ്റെ ജോഡിക്കുട്ടൻ അല്ലേ മോനെ. അപ്പോൾ പറയൂ, ഇങ്ങനൊരു വീഡിയോ എന്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് വന്നതാണ്. പക്ഷേ എന്തോ എല്ലാം കൂടെ എനിക്ക് ഇങ്ങനെ ഇത്രയും നമ്മളിത് പറയുമ്പോഴേ ഒരു നമുക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നറിയില്ല. എന്നാൽ ഈ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് പറയണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഞാനത് ചെയ്യുമെന്നും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാനത് പിന്നെ ഇടുന്നു പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ ഇടയിൽ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ മോളോട് പറഞ്ഞു, അവിടെ നന്നേ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഞാൻ അവരുടെ സംസാരിച്ച് ഒരുമാതിരി ശരിയാവാതെ ഇരുന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാനിത് എന്തായാലും ഞാനിത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കാശ് കൊടുക്കുന്നതല്ലേ, സ്റ്റാർ ഹെൽത്തിലേക്ക് നമ്മളല്ലേ കാശ് കൊടുക്കുന്നതല്ലേ നമ്മൾ. അപ്പോൾ ആ രൂപ നമുക്കല്ലേ ചെയ്യും, നമുക്കുടെ കയ്യിലില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് തരാൻ എന്താ ഇത്ര അവർക്ക് അവർ ആലോചിക്കുന്ന എന്തിനാ, നമ്മൾ വയ്യായികയായിട്ട് പോകുന്നതല്ലേ. എപ്പോഴും എല്ലാവരുടെ കയ്യിലും കാശുണ്ടാവണമെന്നുണ്ടോ? അതുകൊണ്ടല്ലേ എല്ലാവരും ഇൻഷുറൻസിലൊക്കെ ഇങ്ങനെ ചേരുന്നതും, അതുകൊണ്ടല്ലേ. അപ്പോൾ അന്നേരത്തേക്ക് നമ്മളത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണ്ടോ? അയ്യോ, ഇൻഷുറൻസ് പൊതുവേ ഞാൻ നോക്കിയിട്ട് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന സ്റ്റാഫിൻ്റെയൊക്കെ ഭാവവും മട്ടും കണ്ടു കഴിഞ്ഞാൽ അത് അവരാണത് നടത്തിക്കൊണ്ടുകൊണ്ട് അവർക്കെന്തോ നഷ്ടം സംഭവിക്കുന്ന മാതിരിയാണ്. ഒരു നെഗറ്റീവ് ഇതാണ്, ഇമേജാണ് കേട്ടോ. ഒരു പ്ലസൻ്റായിട്ട് നമ്മളടുത്ത് സംസാരിക്കുന്നത് ഇതാണ്, അപൂർവമാണ്. എന്തോ നമുക്കല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലെ ചില സ്റ്റാഫ്, ഈ ഇതിൻ്റെത് മാത്രമല്ല ചില സ്റ്റാഫുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഹോസ്പിറ്റലിലെ സർവീസ് നല്ലതാണ് കേട്ടോ. ഡോക്ടേഴ്സിൻ്റെയൊക്കെ പെരുമാറ്റമൊക്കെ നല്ലതാണ്. ആശ്രമമാണ് കേട്ടോ, ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമം. എനിക്കത് ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ പറയാം, ഞങ്ങൾ ഇവിടുന്ന് അവിടെ അവർക്ക് പറ്റാതെ വന്ന് അവർ റെഫർ ചെയ്ത് വിടണമെങ്കിൽ മാത്രമേ അവിടുന്ന് വേറെ പോകാറുള്ളൂ. എല്ലാത്തിനും അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. പിന്നെന്താ, ദുഃഖങ്ങൾ ഒരുപാട് മനസ്സിനുള്ളിലുണ്ടെങ്കിലും വേണ്ട, അതെടുക്കണ്ടെന്ന് ചെയ്തു പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരണ്ട. ഈ മുഖത്തോടു കൂടി തന്നെ നമുക്ക് പോകാം അല്ലേ. എല്ലാവർക്കും ഓരോരോ താങ്ങാൻ പറ്റാത്തതൊക്കെ കാണും. അപ്പോൾ എന്താ, ഞാൻ എൻ്റെ ഇത്രയും പറഞ്ഞ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്രതികരിക്കുക. 10 പേർ പ്രതികരിക്കുമ്പോൾ അതിനൊരു എന്താ പറഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ഉത്തരം കിട്ടും നമുക്ക് ഇല്ലേ. 10 പേർ ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ എന്തായാലും കമ്പനിയുടെ ഉന്നതർ ഉണർന്ന് ശ്രമിക്കും എന്ന് അവരൊരു ശ്രദ്ധ ഇതാവും എന്തെങ്കിലും ഒരു ഇതായിട്ട്. പിന്നെ ഇപ്പം ഞാനിന്നലെ കടന്ന് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെങ്കിലും ക്ലെയിമൊക്കെ കിട്ടാൻ ഒത്തിരി ലേറ്റായി കേട്ടോ. അവസാനം നമ്മളപ്പോൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ വന്നത്. ക്ലെയിമൊക്കെ വരുന്ന ഒത്തിരി ലേറ്റായി. പിന്നെ അവസാനം വേണ്ടെന്നൊക്കെ വയ്ക്കേണ്ടി വന്നു. ശരിക്കും അവരുടെ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണത്. ഇതെന്തായിക്കൊണ്ട് പോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഹോസ്പിറ്റലിൽ വിട്ടുള്ള ഒരു കളി നമുക്കില്ല. ഹോസ്പിറ്റലിനോടും അവിടുത്തെ സ്വാമിജിമാരോടും ഒക്കെ നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ. അതങ്ങനെയാണ്. നമുക്ക് ആറ്റ്മോസ്ഫിയറിൽ ചെന്ന് നിൽക്കുമ്പോഴേ നമുക്ക് എൻ്റെ എന്തോ ഒരു പ്രത്യേകതയാണ് അതിനകത്ത് കേട്ടോ. പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. സത്യമായിട്ട് പറഞ്ഞു, നമ്മൾ പല ചിലപ്പോൾ അവിടെ പറ്റാത്ത കാര്യത്തിന്, അതാണ് ആ ഹോസ്പിറ്റലിൽ പറ്റാതെ അവർ റെഫർ ചെയ്ത് വേറെ പോകണം
എന്ന് പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഡോക്ടേഴ്സൊക്കെ നല്ല ഡോക്ടേഴ്സ്, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ റെഫർ ചെയ്ത് വേറെ പറഞ്ഞു വിടാറുള്ളൂ. എല്ലാ സ്പെഷ്യലിസ്റ്റുകളാണ് അവിടെ ഉള്ളതൊക്കെ. നല്ലൊരു ഹോസ്പിറ്റലാണ് ഏത് സമയത്ത് നമുക്ക്. പിന്നെ കാഷ്വാലിറ്റിയിൽ ചിലപ്പോൾ നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടാവാം. അതിപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന MBBS കഴിഞ്ഞ കുട്ടികളടുത്ത PG അഡ്മിഷൻ്റെ ഇടയ്ക്ക് അവർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റേതായിട്ടുള്ള ചില ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല. അവിടെ നിന്നും എന്നാലും കെയറിങ് കിട്ടും കേട്ടോ. സ്റ്റാഫ് കുറവാണ് ഹോസ്പിറ്റലിൽ. എന്തോ അതെന്താണെന്ന് മനസ്സിലായില്ല. ഒരു എമർജൻസി ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാഫ് കുറവാണ്. അതൊരു പ്രോബ്ലം ഉണ്ട്. അല്ലാതെ മറ്റു വകുപ്പിലൊക്കെ അടിപൊളിയാണ്. എല്ലാവരും അറിയിക്കണമല്ലോ അല്ലേ, ഇങ്ങനെയൊരു ഹോസ്പിറ്റലുണ്ടെന്നുള്ളവരെ നമ്മളെല്ലാവരും അല്ലേ അറിയണ്ടേ. തിരുവനന്തപുരത്തൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ മുതൽ അങ്ങേറ്റം വരെ ഉള്ളവർക്കും ഒരുപോലെ ചികിത്സ തേടാവുന്ന ഒരു ഹോസ്പിറ്റൽ. ഞാൻ പ്രൊമോഷനായിട്ട് പറയുന്നതല്ല കേട്ടോ, ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പം എൻ്റെ ഇത്രയും വർഷത്തെ ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ വേറെ പല കാര്യങ്ങളും പറയാനാണ് വന്നത്, പക്ഷേ അത് നടന്നില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതോ ഒന്നുമല്ല. ഇതൊക്കെ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത് കേട്ടോ. അത് അല്ലാതെ അപ്പുറത്തോ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ ബന്ധുഗൃഹങ്ങളിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ സ്വയം അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ബിസിനസ്സുകാരെ ഞാൻ ഒന്നടങ്കം പരിഹസിക്കുകയാണെന്നൊന്നും കരുതരുത്. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്, ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചനയൊക്കെ വരുമ്പോൾ പയ്യൻ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആദ്യമേ നോ പറഞ്ഞേക്കുക കേട്ടോ. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അതുമല്ല, ജോലി ഉള്ളവരാണെങ്കിൽ അത് കൺഫേം ആക്കണം, ഉറപ്പിക്കണം. പുറത്താൾ വരുന്നുണ്ടോ നോക്കണ്ടേ. ഞാൻ ഇന്നാൾ രണ്ട് ദിവസത്തിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഞാനും പിന്നെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പുറത്ത് എൻ്റെ കുട്ടനുണ്ട്. ഇവനും ജോഡി മാത്രമല്ല, ഇനി ഒരാളുണ്ട് ജാക്കി. അപ്പോൾ നോക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക എൻ്റെ മക്കളെ, അപ്പോൾ പെൺകുട്ടികളെ പെൺകുട്ടികൾക്കൊരു ജീവിതമുണ്ടാക്കുമ്പോൾ നല്ലവണ്ണം നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുക. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കുക. നമ്മുടെയൊക്കെ എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു ജോലി ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ആ പയ്യന് ജോലി മാത്രമായിരിക്കും. ഞാൻ എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്നവർ കാണില്ല. ജോലിയുള്ളൊരു പയ്യനാണ് ആവശ്യം. അങ്ങനെയാണെങ്കിൽ വിട്ടിട്ട് ഇപ്പോൾ ഇവിടെ നിന്നല്ല, സർക്കാർ ജോലി ആരും വേണ്ടെന്ന് വയ്ക്കത്തില്ല, പ്രൈവറ്റിലെ ജോലി ആരും വേണ്ടെന്ന് വയ്ക്കത്തില്ല. അതല്ലാതെ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ ജോലി ചെയ്യുക, അത് ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേണ്ടാന്ന് വയ്ക്കുക, പിന്നെ ബിസിനസ് ചെയ്യാനായിട്ട് നടക്കുക. ഈ ബിസിനസ് ചെയ്യാൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി നേരെ അണിഞ്ഞു പോലും ഉണ്ടാവില്ല. കല്യാണത്തിൻ്റെ അന്ന് ഇട്ട ആഭരണങ്ങളായിരിക്കും. പിന്നെ അവളെ ജന്മത്ത് കാണത്തില്ല. ഇതെല്ലാം കൈക്കലാക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും. എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ ആ വീട്ടിലെ പെണ്ണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നീ അതിൽ തൊട്ട് കളിക്കരുതെന്ന് മകനോട് സ്ട്രോങ് ആയിട്ട് പറയുന്നവരായിരിക്കണം. ഇതങ്ങനെയല്ല, പെണ്ണുങ്ങളാണ് മുൻകൈ എടുത്ത് അത് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നീ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറയുന്ന അഭിപ്രായം തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റായിട്ട് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഇനിയൊരാൾക്ക് ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാൻ പാടില്ല.
നമ്മളൊരു പെൺകുട്ടിക്ക് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കണമെന്നറിയാമോ? അത് ഈ എടുത്ത് നശിപ്പിക്കുന്നവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. പയ്യൻ്റെ വീട്ടുകാർക്ക് ഞാൻ നോക്കിയിട്ട് ഒട്ടുമുക്കാൽ പയ്യന്മാരുടെ വീടുകളിലും അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല. അത്രയും ഞാൻ പറയാം, അങ്ങനെ ചിന്തിക്കുന്ന വീട്ടുകാർക്ക് അവരാദ്യമേ പറയും, പെൺകുട്ടിയുടെ അടുത്ത് പറയും, നീ പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ നിൻ്റെ ആഭരണങ്ങളും കൂടെ കൊണ്ടുപോയി നീ വീട്ടുകാരെ ഏൽപ്പിച്ചിക്കൂ, ഇവിടെ വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അവിടെയാണ് ശരിയായിട്ടുള്ള ഒരു മനുഷ്യരുള്ളത്, ഇല്ലേ? നല്ലൊരമ്മയാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പയ്യനാണെങ്കിൽ പറയും, നിൻ്റെ ആഭരണമൊക്കെ നീ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുമോ? നിൻ്റെ അമ്മയെ അച്ഛനും അല്ലെങ്കിൽ നിൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത്. അപ്പോൾ അത് അവിടെ തന്നെ കൊണ്ടേൽപ്പിച്ചേക്കും. നമ്മുടെ കയ്യിലിരിക്കും തോറും നമുക്കത് ഇത് വരും. മെയ്യനങ്ങാതെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് അതിൻ്റെ പ്രയാസം അറിയണമെന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം കേട്ടോ. ഒട്ടുമുക്കാൽ പയ്യന്മാരുടെ വീട്ടിലും ഈ അമ്മമാർ പെങ്ങന്മാരുണ്ടെങ്കിൽ അവർ ഉടനെ അങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ പറയുക, അതിനകത്തോട്ട് ഉള്ള ആഭരണം മുഴുവൻ വലിച്ചു വരെ എടുത്തുകൊണ്ട് പോവുക. പിന്നെ നമ്മൾ ജന്മത്ത് കാണൂല. സത്യം, ഒരുപാട് വിഷമത്തോടെ പറയണം, ഒരു തരി സ്വർണം പോലും കണ്ണിൽ കാണൂല. ഒരു കൂട്ടർ എൻ്റെ കൂടെ പറഞ്ഞതാണ് കേട്ടോ. ഞാനത് എൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം അത് പറഞ്ഞതാണ്. ഒരു പയ്യൻ്റെ അച്ഛൻ പറഞ്ഞ വാചകങ്ങളാണ്. പെൺകുട്ടിക്ക് ഇട്ടു തരുന്ന ആഭരണങ്ങൾ പയ്യൻ്റെ അച്ഛൻ അവകാശപ്പെട്ടതാണെന്ന്. ശരിയാണോ അത്? ആ ഒരു ചിന്താഗതി ശരിയാണോ? പറഞ്ഞത് ശരിയാണോ? പറഞ്ഞതാണ്, ഇന്നും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കോടതി എന്ത് നിയമം കൊണ്ടുവന്നാൽ ഈ പറയുന്ന കക്ഷി പറയണം, അങ്ങനെയൊക്കെ പറയും. അതൊന്നും ഇല്ല, അത് അവർക്ക് അവകാശപ്പെടണം. എന്ത് പറഞ്ഞു വന്നാലും അത് അവർക്ക് അവകാശപ്പെടണം. ഏത്? പയ്യൻ്റെ അച്ഛനമ്മമാർക്ക് അവകാശപ്പെട്ടതാണ്. പയ്യനും പയ്യൻ്റെ അച്ഛനമ്മമാർക്കും അവകാശപ്പെട്ടതാണ്. അത് പെൺകുട്ടിയുടെ വീട്ടുകാർ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അവർ എന്ന് വെച്ചാൽ അങ്ങ് അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇതുപോലെ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, കണ്ടുകൊണ്ടേയിരിക്കൂ, അല്ലേ? കൂട്ടത്തിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ കേൾക്കുന്നത് ബോറായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ഒന്ന് കാണുക, വിട്ടു പോവുക, അത്രയല്ലേ ഉള്ളൂ. ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. കാണാൻ താല്പര്യമില്ലാത്ത സ്കിപ്പ് ചെയ്ത് പോവുക. ആവശ്യമില്ലാത്ത കമൻറ്റുമായിട്ട് വരരുത്. പൊതുവേ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും വരാറില്ല. എന്നാൽ ആവശ്യമില്ലാത്ത കമൻറ്റുമായിട്ട് വരരുത്, കേട്ടല്ലോ. പൊങ്കാലയിടാൻ വരരുതെന്ന് പറയും, അതുപോലെ പറയുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒന്ന് നമ്മളും ഗ്രൂപ്പ് ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം, നല്ല ഒരു രാത്രി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ബൈ.